എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കായ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ആൻസർ ഓപ്ഷൻ ബി, ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ആൻസർ ഓപ്ഷൻ എ, 3 വർഷം. 3 വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. കസ്റ്റഡി മരണങ്ങൾ മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. കസ്റ്റഡി മരണങ്ങൾ മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. ആൻസർ ഓപ്ഷൻ ബി, 24 മണിക്കൂർ. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ആൻസർ ഓപ്ഷൻ എ, 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് ആണ് നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആൻസർ ഓപ്ഷൻ എ, 1 വർഷം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്ത ഒന്നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽപ്പെടാത്തത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആൻസർ ഓപ്ഷൻ സി, 1 വർഷം. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, IG. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് IG റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്?
ആൻസർ ഓപ്ഷൻ സി നിയമമന്ത്രി. നിയമമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വകുപ്പ് 2 ക്ലോസ് 1 സി. വകുപ്പ് 2 ക്ലോസ് 1 സി ആണ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 1, 2, 4. 1 പ്രധാനമന്ത്രി, 2 രാഷ്ട്രപതി, 4 കേന്ദ്ര ആഭ്യന്തര മന്ത്രി. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 3 മാത്രം. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 11 ഡിസംബർ 1998. 11 ഡിസംബർ 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993
മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12-നാണ് 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആര്? താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ് താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തികളാകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി 6 അംഗങ്ങൾ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് NHRCയിൽ ഉൾപ്പെടുന്നത്.